സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു ബൈയിങ് പ്രഷർ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മേലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നമുക്ക് ഒരു ബിയറിഷ് വ്യൂ ആയതുകൊണ്ട് ഇത് താഴേക്ക് നാളെ അല്ലെങ്കിൽ നാളെ തന്നെ വരാനുള്ളൊരു സാധ്യത വളരെയധികം കാണുന്നുണ്ട്. കാരണം ഓൾറെഡി ഇവിടെ ഈ ഒരു ഡിമാൻഡ് സോൺ 41 മില്യൺ ലിക്വിഡിറ്റി കാണുന്ന ഡിമാൻഡ് സോൺ ഓൾറെഡി നമുക്ക് ഈ ഒരു ഫോള് നമുക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1,23,000 അല്ലെങ്കിൽ 23,850 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിലാണ്. അപ്പോൾ ഫിബൊനാച്ചിയുടെ എക്സ്റ്റൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൾ കംപ്ലീറ്റ് ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. ഇപ്പോൾ നിഫ്റ്റിയുടെ അനാലിസിസിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ടാണ് കണ്ടിന്യൂസ്ലി നിഫ്റ്റി അനാലിസിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നൈസ് ട്രേഡിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിലാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് വ്യൂസ് അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു ഇതിൽ വന്നിട്ട് എല്ലാ വീഡിയോസും ആണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതലാണ് ഈ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. ഓക്കെ, സോ അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ വീഡിയോസിനും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് മോട്ടിവേഷൻ ഫോർ മീ ടു ഡു ദ വീഡിയോ അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, സോ ഹെൽപ്പ് യു. അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഈ ഒരു സീരീസ് തുടങ്ങുന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും അത്യാവശ്യം ഒരു 90-95 ഈവൻ 100% ആക്യുറസി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്നലത്തെ ആ ഒരു ഫോള് മിനിഞ്ഞാന്ന് രാത്രി തന്നെ കോറിലേഷൻ്റെ ഒക്കെ സഹായത്തോടെ പ്രെഡിക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ അത് എന്തുകൊണ്ട് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന് ഒരൊറ്റ ആൻസർ എനിക്കുള്ളൂ. അത് വേറെയുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു നല്ല ഒരു അനാലിസിസിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് മൈ പവർ, ദാറ്റ് ഈസ് ദ ഓൺലി ട്രൂത്ത് ഓഫ് ലിക്വിഡിറ്റി. കാരണം നമ്മൾ അത്തരത്തിലുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിത് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ലെൻസ് എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ഇതിനോട് ആക്സസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചിലേക്കുള്ള ആക്സസ് അടുത്ത മാസം കൊടുക്കുന്നതാണ്. സോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ലെൻസ് എന്ന് പേര് കൊടുക്കാൻ കാരണം ജസ്റ്റ് ഇത് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിക്വിഡിറ്റിയും കാണില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ നിഫ്റ്റി അനലൈസ് ചെയ്യുന്ന ആളുകൾ എന്താ പറയുക ഇത് കാണിക്കാറുള്ളത്, ചാർട്ട് കാണിക്കാറുള്ളത്. അവർ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അവർ പറയുന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ലിക്വിഡിറ്റി കാണുന്ന തരത്തിൽ, അതും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഇവിടെയാണ്, ഇത്രയും ഓർഡേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓർഡർ ബ്ലോക്കും അതിൻ്റെ വോളിയം എല്ലാം കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതിലൊരു സത്യം ഉള്ളത് കൊണ്ടാണ് അതിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു അനാലിസിസ് അക്യുറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ മുതലാണ് നമ്മൾ തുടങ്ങിയത്. ഈ ഒരു ബോക്സ് പൊളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെല്ലേഴ്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് കാണാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നുള്ളത്. അത് സ്വീപ്പ് ചെയ്തിട്ട് വന്നു. ഈ ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതും അതുപോലെ തന്നെയായി. അതിനുശേഷം ഈ ഒരു ചെറിയൊരു എന്താ പറയുക ഓപ്ഷൻ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു ഡിക്രീസും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുണ്ടായി. അതും കറക്റ്റ് ആയിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി നമ്മൾ ഈ ഒരു സംഭവവും പറയുകയുണ്ടായി, ഇത്രയും പോയിന്റ് വീഴാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ മേജറായിട്ട് എടുത്തിട്ടുള്ളത് ലിക്വിഡിറ്റി തന്നെയാണ് ഒന്നാമത്തെ റീസൺ. കാരണം നമുക്കറിയാം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, ഈ ലിക്വിഡിറ്റിയിലേക്ക് അത് എത്തുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അതുമാത്രമല്ല, ഫിബനാച്ചിയുടെ എക്സ്റ്റൻഷൻ വെച്ച് നോക്കുമ്പോൾ 1.618 എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെവലിലേക്ക് വരും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ വരച്ചിട്ടുള്ള അതേ ലെവലിൽ തന്നെയാണ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അതായത് 22,850 വരെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 870 വരെ. സോ ആ വരയിൽ തന്നെ നിന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു ഭയങ്കര അനലിറ്റിക്കൽ പവർ എന്നുള്ള കാണിക്കുന്നത്. ദിസ് ഈസ് പ്യുവർലി ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി ഈസ് ട്രൂത്ത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യാൻ. അതിന് നിങ്ങൾ ലിക്വിഡിറ്റി പഠിക്കണം, ട്രേഡിംഗ് വ്യൂവിൻ്റെ ബേസിക് പഠിക്കണം. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച മുതൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ബേസിക് കോഴ്സ് തുടങ്ങുന്നുണ്ട്. അതായത് വെബിനാറാണ് തുടങ്ങുന്നത്, 10 മണിക്കൂറിൻ്റെ വെബിനാറാണ്. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു പ്രൈസിനാണ് നമ്മളത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. 1300 ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസ്. ഐ ക്യാൻ ബെറ്റ് യു ദാറ്റ് യു വോണ്ട് ഗെറ്റ് എനി ട്രേഡിംഗ് വ്യൂ കോഴ്സ് അറ്റ് ദാറ്റ് ചീപ്പസ്റ്റ് പ്രൈസ്. ഓക്കെ, സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ആൻഡ് വി ക്യാൻ ഗോ ബാക്ക് ടു ദ മെയിൻ അനാലിസിസ് ഓഫ് നിഫ്റ്റി. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മളൊരു നെയ്ക്ഡ് ലിക്വിഡിറ്റി അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഇൻഡിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. നോർമലി ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതിപ്പം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തല്ലോ. അപ്പം നോർമലി നല്ലൊരു മാർക്കറ്റ്, ഒരു എഫിഷ്യൻറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ മാർക്കറ്റ് കണ്ടീഷനിൽ ഇത് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ പോയിട്ട് ഇവിടുന്ന് വീണ്ടും
ബിയറിഷ് സെന്റിമെന്റിനെ കാണിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു റീട്രേസ്മെന്റ് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. കാരണം നമുക്കറിയാം ഇവിടെയുള്ള ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ആ ലിക്വിഡിറ്റിയുടെ പവർ കൂടെ എടുത്തിട്ടാണ് താഴേക്ക് പോകാൻ സാധ്യത എന്നുള്ളത്. അപ്പം ഇതിന് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് താഴേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് വെയിറ്റ് ചെയ്യാതെ ഈ ലിക്വിഡിറ്റി എടുക്കാതെ തന്നെ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ട് നാളെ താഴത്തേക്ക് പോകും, അല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച താഴത്തേക്ക് പോകും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇവിടേക്ക് വരുവാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റിലേക്ക് ഇത് വരുവാണെങ്കിൽ താഴേക്കുള്ള ഫോൾ എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്നായിരിക്കും, നല്ല മൊമെന്റം ഉണ്ടാവും. സോ ആ ഫോള് പുട്ട് ഓപ്ഷൻ ബയേഴ്സിന് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാവുന്നതാണ്. കാരണം ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫോളിന് നല്ല മൊമെന്റം ഉണ്ടാവും. കാരണം ആ മൊമെന്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ലിക്വിഡിറ്റി ബിഗ് പ്ലേയേഴ്സ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻ കേസ് ഈ ലിക്വിഡിറ്റി എടുക്കാതെ താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തരത്തിൽ ആണ് താഴത്തേക്ക് പോവുക. മൊമെന്റം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും താഴത്തേക്ക് അങ്ങനെ പൊക്കോണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ഇനി താഴെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് നോക്കാം. നമുക്കറിയാം ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെയധികം ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ നമ്മളുടെ അനാലിസിസ് കറക്റ്റായിട്ട് വരുന്നുണ്ട്, ടച്ച് വുഡ്. അപ്പോൾ നമ്മളത് ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ടും നമ്മളുടെ ടൂൾസ് ഒക്കെ വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച ഞാൻ യൂസ് ചെയ്തിരുന്നത് കൊറിലേഷൻ്റെ ടൂളായിരുന്നു. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂളാണ് കൊറിലേഷൻ അനാലിസിസിൻ്റെ ടൂള്. അപ്പോൾ കൊറിലേഷൻ അനാലിസിസിൻ്റെ ടൂളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 68% എന്താ പറയുക സാധ്യത. അതായത് S&P 450 പോയിന്റ് വീണപ്പോൾ അതിൻ്റെ 68% ഇന്ത്യൻ മാർക്കറ്റിൽ വീഴാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏകദേശം അത്ര തന്നെ വീണിട്ടുണ്ട്. 345% ആണ് ഇന്ത്യൻ മാർക്കറ്റ് വീണിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എന്നുള്ളത്. സോ ഇനി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം S&P പിന്നെയും വീണു. 5.97% വീണത്. അതായത് 322 പോയിന്റാണ് S&P വീണിട്ടുള്ളത്. സോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇനി നമുക്ക് തിങ്കളാഴ്ചയായിട്ടും ചൊവ്വാഴ്ചയായിട്ടും വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൊറിലേഷൻ ചാർട്ട് വെച്ചിട്ട് നോക്കുന്നതാണ്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്, അതൊരു ക്രാഷ് ആയിരിക്കും എന്നുള്ളത്. സോ അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള 2 റീസൺസ് ആണുള്ളത്. ഒന്ന് ഇവിടുത്തെ ലിക്വിഡിറ്റി, 3 റീസൺസ് എന്ന് പറയാം. ഒന്ന് ഇവിടുത്തെ ലിക്വിഡിറ്റി, 54 മില്യൻ്റെ ലിക്വിഡിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 21 മില്യൻ്റെ ലിക്വിഡിറ്റിയും ഇവിടെ ഉണ്ട്. സോ ദിസ് ഈസ് എ പവർഫുൾ ലിക്വിഡ് ഏരിയ. അതുപോലെ തന്നെ നമ്മളിവിടെ വരച്ചിട്ടുള്ള ഇവിടുത്തെ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1.618 എന്ന് പറഞ്ഞിട്ടുള്ള ഫിബനാച്ചി മാജിക്കൽ നമ്പറിലേക്ക് അത് എത്തും എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 23,100 എന്ന് പറഞ്ഞിട്ടുള്ള പുട്ട് ഓപ്ഷൻ ചാർട്ടിൽ നമുക്കൊരു ബൈ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മിനിഞ്ഞാന്ന്, അതായത് വ്യാഴാഴ്ച തന്നെ നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ വന്നിട്ടുണ്ട്. സോ വ്യാഴാഴ്ച വൈകിട്ടുള്ള അനാലിസിസിലാണ് നമ്മൾ ഈ ഒരു പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഏകദേശം 215% ആണ് ഇന്നലെ ആ ഒരു ഓപ്ഷനിൽ വന്നിട്ടുള്ള ഹൈക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു 1.618 വരെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും 132% റിട്ടേൺ പുട്ട് ഓപ്ഷൻ ബയേഴ്സിന് അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പം നോർമലി ഇപ്പം വിക്സ് കൂടുതലായതുകൊണ്ടാണ് ഈ റിട്ടേൺ 132, അല്ലാത്ത സാഹചര്യത്തിൽ ഇതൊരു 400%-ൻ്റെ ഒക്കെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നോർമൽ മാർക്കറ്റ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഇപ്പം മൊത്തത്തിൽ മാർക്കറ്റ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വിക്സ് കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ്. സോ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഇത്തരത്തിൽ അനാലിസിസ് നമ്മൾ ലിക്വിഡിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സംഗതിയായി മാറും. അപ്പം ഓപ്ഷൻ ബൈയിങ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചെയ്ത് തഴക്കം വന്നിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഓടി വന്നിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുകയില്ല. ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ ടൂൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു എത്തിക്സിൻ്റെ ഭാഗം കൂടിയാണ്. ഓക്കെ, സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് കുറേ ആൾക്കാർക്ക് നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ നിഫ്റ്റി അനലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പഠിക്കുക എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിനാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ആണെങ്കിലും നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസ് പഠിക്കണം എന്നുള്ളത്. അപ്പം നിഫ്റ്റി അനാലിസിസ് പഠിക്കാൻ കുറേ ആൾക്കാർ താല്പര്യം കാണിച്ചിട്ട് നമ്മളുടെ ട്രേഡിംഗ് വ്യൂ കോഴ്സിനൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് പേര്. അപ്പം നമ്മൾ ഇനിയും ബാച്ചുകൾ ഉണ്ടാവും. ഈ ബാച്ചിൽ ചേരാൻ പറ്റാത്ത ആൾക്കാർക്ക് വീണ്ടും ബാച്ചുകൾ വരുന്നതാണ്. നമ്മൾ ഓൺലൈൻ ബാച്ചാണ്, ഗൂഗിൾ ബാച്ചാണ്, ഗൂഗിൾ മീറ്റാണ് വിചാരിക്കുന്നത്. സോ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 7 ദിവസമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 2 വീക്സ് 10 hours ആണ് ഉണ്ടാവുക. ഓക്കെ, സോ യു ക്യാൻ രജിസ്റ്റർ ഫോർ ദാറ്റ്. ഇനി തിങ്കളാഴ്ച എങ്ങനെയാണ് ലെവൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് 15 മിനിറ്റ് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
the possibility is either going like this and taking all liquidity from that there and കമ്മിങ് ടുവാർഡ്സ്. അപ്പോൾ ഈ ഒരു 2 വരെ വരാനാണ് സാധ്യതകൾ നമുക്ക് കാണാറുള്ളത്. 22,400. അപ്പോൾ അടുത്ത ആഴ്ച 22,400 ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ് നോക്കാം. പക്ഷേ ബുള്ളിഷ് വ്യൂ ഞാൻ എപ്പോഴും പറയുന്നത്, മാർക്കറ്റ് ഇനി ബുള്ളിഷ് ആവണമെങ്കിൽ നമുക്ക് എങ്ങനെയായാലും 23,500 താണ്ടിയേ പറ്റൂ എന്നുള്ളതാണ്. 23,500 അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ള ബോക്സ്, ഇത് താണ്ടാതെ നമുക്കൊരു ബുള്ളിഷ് വ്യൂ നമ്മൾ ധൈര്യമായിട്ട് എടുക്കാൻ പാടില്ല. അതുവരെ സെൽ ഓൺ പ്രൈസിൻ്റെ ഒരു ബിയറിഷ് വ്യൂ തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പോസിബിലിറ്റി ആണെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് നല്ല മൊമെൻറ്റത്തിൽ വന്നിട്ട് ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോകും എന്നല്ല, പക്ഷേ ചില ഒരു ട്രാപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അടുത്തൊരാഴ്ചൻ്റെ ഒരു എക്സ്പയറിൻ്റെ മുമ്പായിട്ട് 22,400 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് പ്രൊവൈഡഡ് ദാറ്റ് നമുക്ക് SPX കഴിഞ്ഞ ദിവസം 6% വീണിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൻ്റെ ഒരു കൊറിലേഷൻ അനാലിസിസ് കൂടി ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊന്നും തെളിയുന്നില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റിലേക്ക് മാറ്റി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്കൊരു സെല്ലിംഗ് പ്രഷറിലാണ് ഉള്ളത് മാർക്കറ്റ്. ഓക്കെ, ആ സെല്ലിംഗ് പ്രഷറിന് വീണ്ടും ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പം നമുക്ക് അത് എത്രത്തോളം പോകുമെന്നുള്ളത് നോക്കാം. അതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റാം. സോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് ഭയങ്കര ബിയറിഷ് ആണെങ്കിൽ ഈ ഒരു സാധ്യതയാണ് ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ പോയിട്ട് ഈ 52 മില്യൻ്റെ ഒരു ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫോള് ടിൽ 1.618. സോ അത് നമ്മളിങ്ങനെ വരക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര പോയിന്റ് വരും? 272 പോയിന്റ്. 272 പോയിന്റ് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഫോളോ ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള ഒരു അനാലിസിസ് കൂടി നമുക്ക് കാണുന്നുണ്ട്. സോ മൺഡേ ഓർ ട്യൂസ്ഡേ ഈസ് ഓൾസോ എ ബിയറിഷ് ഡേ. അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക, ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താ പറയുക ഈ ഒരു തരത്തിൽ അനലൈസ് ചെയ്യാവുന്നതാണ്. സോ 22,600 ഒരു പുട്ട് ഓപ്ഷനിൽ നമുക്ക് എന്താണ് കാണുന്നതെന്ന് കൂടി നോക്കാം. 22,600 അല്ലേ, അല്ലെങ്കിൽ 22,800, 700 നോക്കാം. ഒരുപാട് അങ്ങോട്ട് OTM പോകണ്ട. യെസ്, നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് 22,100 22,700 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചാർട്ടിൽ വി ക്യാൻ സി ഇവിടെ ഇന്റേണൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഇവിടുത്തെ സെല്ലേഴ്സിനെ കോൺക്വയർ ചെയ്തിട്ട് ബയേഴ്സ്, അതായത് പുട്ട് ഓപ്ഷൻ ബയേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ദേ വിൽ സ്വീപ് ദിസ് ലിക്വിഡിറ്റി. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, കണ്ടല്ലേ, 16 മില്യൻ്റെ ലിക്വിഡിറ്റി ഉണ്ട്. ആ ഒരു ലിക്വിഡിറ്റി നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, 6.18 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് പോകുമെന്നുള്ളതാണ്. അതായത് ഏകദേശം 107% പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ താഴെ, ഈ ഒരു ഏരിയൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 33 രൂപ സ്റ്റോപ്പ് ലോസ് കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 4.24 റിസ്ക് റിവാർഡിന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ ആ ഒരു തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത് ലിക്വിഡിറ്റിയുടെ ബേസിലാണ്. സോ ഇത് നിങ്ങൾക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. ലിക്വിഡിറ്റി ആദ്യം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കുക. പോകെ പോകെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഇത് കിട്ടുന്നതാണ്. ഈ ഒരു എന്താ പറയുക, അനലിറ്റിക്കൽ സ്കില്ല് നിങ്ങൾക്കും കിട്ടുന്നതാണ് എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് മാത്രം മാർക്കറ്റിൽ ചെയ്യുക. മാർക്കറ്റിൽ ഇമോഷൻസ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്കിനി ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. അതായത് നിഫ്റ്റിയുടെ കൊറിലേഷൻ. അതെ, ഇപ്പം നമുക്കറിയാം മാർക്കറ്റ്, ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബാഡ് ആയിട്ടാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ SPX 322 പോയിൻ്റാണ് കഴിഞ്ഞ ദിവസം വീണിട്ടുള്ളത്. സോ അതിൻ്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കൊറിലേഷൻ്റെ സഹായത്തോടു കൂടി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊറിലേഷൻ ചാർട്ട് എടുക്കുന്നുണ്ട്. കൊറിലേഷൻ ഡാറ്റേൻ്റെ ചാർട്ട് എടുത്തു. ചാർട്ടല്ല, ഡാറ്റ. അതിന് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ ചാർട്ടാണ്, നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാർട്ടിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളിവിടെ സിമ്പിൾ 1 കൊടുക്കുക. SPX-നെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. SPX-നെ എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ 100 ക്യാൻഡലിൻ്റെ കൊറിലേഷനാണ് നോക്കുന്നത്. ഓക്കെ, കൊറിലേഷൻ നോക്കിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരും. നിഫ്റ്റിയും SPX-ഉം തമ്മിലുള്ള കൊറിലേഷൻ വെരി സ്ട്രോങ് കൊറിലേഷനാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.68 ആണ് ഇത് ഓരോ ദിവസം മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂളൊക്കെ നമ്മൾ പബ്ലിക്കിന് ആക്സസ് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മെമ്പർഷിപ്പിലൂടെയാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, SPX-ൽ 0.88 ആണ് കൊറിലേഷൻ. വെരി സ്ട്രോങ് കൊറിലേഷനാണ്. അതായത് കഴിഞ്ഞ ദിവസം 322 പോയിന്റ് വീണിട്ടുണ്ടെങ്കിൽ
നിഫ്റ്റിയിൽ ഏകദേശം അതിൻ്റെ അടുത്തായിട്ടുള്ള പോയിന്റുകൾ ഇനി വീഴാൻ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും ഒരു ഏകദേശം 270 നേരത്തെ പറഞ്ഞ പോലെ തന്നെ 270, 280 തരത്തിലുള്ള പോയിന്റിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അനാലിസിസ്. ഐ എം റാപ്പിംഗ് അപ്പ് ഓൾ ദി അനാലിസിസ് ഹിയർ. ആൻഡ് ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശം തന്നെയാണ്. ഈവൻ ഗോൾഡ് അടക്കം വീണിട്ടുണ്ട്, US ഓയിൽ വീണിട്ടുണ്ട്, സിൽവർ വീണിട്ടുണ്ട്. സോ ദിസ് ഈസ് എ സിമ്പിൾ ഓഫ് റിസഷൻ ഓൾസോ. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു റിസഷൻ മൂഡ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം റോബർട്ട് കിയോസാക്കിയോ എന്തായിരുന്നു മൂപ്പരുടെ പേര്? റോബർട്ട് കിയോസാക്കി. മൂപ്പരുടെ പുതിയൊരു ലേറ്റസ്റ്റ് ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. വി ആർ ഇൻ എ റിസഷൻ, അതായത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എഴുതിയിട്ടുള്ള ആളാണ് പറയുന്നത്. വി ആർ ഇൻ എ റിസഷൻ എന്ന് പറഞ്ഞിട്ടൊരു വാർണിംഗ് വന്നിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ കൂടി ഉണ്ടാവുന്നത് നല്ലതാണ്. സോ അതിനനുസരിച്ച് നമ്മളുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല റിസഷൻ പ്രൂഫ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താനൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. റിസഷൻ പ്രൂഫ് സ്റ്റോക്കുകൾ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്തിട്ട്. സോ അത്തരം സ്റ്റോക്കുകൾ മാത്രം ഇനി വാങ്ങാൻ വേണ്ടി നോക്കുക. ബാക്കിയെല്ലാം ഈ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നൊക്കെ കഴിവതും ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും ഒന്ന് മാറി നിൽക്കുക. യു ക്യാൻ ഹെഡ്ജ് യുവർ പോർട്ട്ഫോളിയോ ബൈ വേ ഓഫ് ടേക്കിംഗ് നല്ല ഓപ്ഷൻ ട്രേഡുകൾ. അതായത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബൈങ് മാത്രമല്ല, ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ കൂടെ പഠിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. So that's it, and we'll see tomorrow with another analysis. Bye bye.